എന്റെ പേര് മാത്യു. ഞാൻ വിളിക്കുന്നത് അടൂന്നാണ്. ഞാനൊരു എക്സറീസ്മാൻ കവടിയാണ്. അതിനുപരി ഒരു അരിയാഹാരം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന സ്ഥിതിക്ക് എനിക്കൊരു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയ ഒരു 5-6 ഡൗട്ടുകളുണ്ട്. ഈ സോഷ്യൽ മീഡിയ എല്ലാം പബ്ലിസിറ്റി ഇപ്പൊ ഒരു 18-28 മിനിറ്റിന് മുമ്പ് ന്യൂസ് മലയാളം ചാനലിൽ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ്റെ ഒരു ഫോളോവറാണ്. ഒന്നാമത്തെ ഒരു ഡൗട്ട്, ഈ ബന്ധം വേർപിരിയുന്ന വ്യക്തികളെ, ഈ സ്ത്രീകളെ കറക്റ്റായിട്ട് ഇയർ മാർക്ക് ചെയ്തിട്ടാണോ ഇവൻ പീഡിപ്പിക്കുന്നത്? ഇവരുടെ അനുസരിച്ച് ഇവരുടെ ഈ മീഡിയാസ് എല്ലാം, ഈ ചാനലുകളെല്ലാം അഭിപ്രായപ്പെടുന്ന ഒരു പൊതു രീതിയിൽ പറയുകയാണ്, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ബന്ധം ഒഴിഞ്ഞ സ്ത്രീകളെ ഇയർ മാർക്ക് ചെയ്തിട്ട് എല്ലാവരെയും ഒറ്റയടിക്ക് പീഡിപ്പിക്കുകയാണോ? ഒന്നാം. 2, ഈ ന്യൂസ് മലയാളം ചാനൽ പറഞ്ഞ രീതിയിൽ 22 ഓഗസ്റ്റ് 2024 വിവാഹം കഴിച്ചു. 4 ദിവസം, അതായത് 25 ഓഗസ്റ്റ് 2024 ഇവിടെ കൂടെ താമസിച്ചു. 5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് രാഹുലിനെ പരിചയപ്പെടുന്നത്. അതായത് 2025-26 ജനുവരിക്ക്. കറക്റ്റ് അല്ലേ സാറേ ഞാൻ പറയുന്നത്? അതെ. ഏത് കോടതിയിൽ ചെന്നിട്ടാണ് ഈ വിവാഹമോചനം കൊടുത്തത് ഈ 5 മാസത്തിനുള്ളിൽ? അത് കഴിഞ്ഞാൽ അടുത്തത് പറയുന്നത്, ഈ ഡോക്ടറിന്റെ മൊഴിയും കൂടെ ക്ലാരിഫൈ ആവണ്ടേ, ഇവര് എത്ര മാസം എത്ര ദിവസം പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ളത്. പിന്നീടൊന്ന്, ഈ ഗർഭം അലസിപ്പിക്കാൻ ഒരുപക്ഷെ തുനിഞ്ഞത് പഴയ ഭർത്താവിന്റെ ഗർഭം ഇവർക്ക് കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും. തീർച്ചയായിട്ടും അല്ലേ? അങ്ങനെ ആയിക്കൂടെ? അപ്പൊ അതെന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങള് ഈ ചാനലുകൾ പബ്ലിസിറ്റി ചെയ്യുന്നില്ല? ഈ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ ഈ അസഭ്യങ്ങൾ പറഞ്ഞു വരുത്തില്ല. അപ്പം ആണുങ്ങൾക്ക്, പുരുഷന്മാർക്ക് ഈ ലോകത്ത് സമൂഹത്തിൽ ഒരു വിലയുമില്ല. അതേപോലെ ഇഷ്ടം പോലെ ബലാത്സംഗങ്ങൾ ഒറ്റയടിക്കാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സ്ത്രീയെ ബലാത്സംഗം ചെയ്തത്? ഈ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഈ രാഷ്ട്രീയക്കാരന്റെ കള്ളപ്പണം കൊണ്ടും ഉണ്ടാക്കിയ മാധ്യമം, രാഷ്ട്രീയക്കാരന്മാര് ഇവർ തമ്മിൽ ഗൂഢാലോചന നടത്തി ഇവന്മാർ നടത്തുന്ന ഒരു അധമ മാധ്യമ പ്രവർത്തനത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. എന്തൊരു ഭീകരമായ അവസ്ഥയിലേക്കാണ് ഈ രാജ്യം പോകുന്നത്. അതാണ് ഒരു മാധ്യമ ചാനൽ പുറപ്പെടുവിപ്പിക്കുമ്പോ ഈ സ്ത്രീയുടെ ഡീറ്റെയിലും കാര്യങ്ങളും വേണ്ട, ബേസിക് സാധനങ്ങൾ, ലോജിക്ക് ഒരു ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങളെ ഒന്ന് മനസ്സിലാക്കണ്ടേ? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്ന് പറയുന്നു, ഇവിടെ നീതിന്യായ സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറയുന്നു, പോലീസ് സംവിധാനം ഉണ്ടെന്ന് പറയുന്നു. അതൊന്നുമില്ലാതെ ഒരുത്തി ഈ ഇത്തരത്തിലുള്ള ഒരു ശബ്ദശകലങ്ങളും സ്വകാര്യ സംഭാഷണങ്ങളും ഒക്കെ മാധ്യമങ്ങൾ കൊടുക്കുന്നു. ഇവര് വിചാരണ നടത്തുന്നു, മാസങ്ങളോളം ഇട്ട് വ്യക്തിഹത്യ ചെയ്യുന്നു, കൊല്ലാക്കൊല ചെയ്യുന്നു. എന്നിട്ട് ഇവന്മാര് തന്നെ ശിക്ഷ വിധിച്ചു. ഇവന്മാര് അന്നേരം ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവൻ ആത്മഹത്യ ചെയ്യുക എന്നുള്ള ഒറ്റ നടപടിക്രമം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അവന് മാത്രം ഒളിവിപ്പൊക്കൂടാ, ബാക്കി എല്ലാ ഗുണ്ടായുസങ്ങളും കാണിച്ച് കൊലക്കുറ്റവും ചെയ്ത് വ്യഭിചാരിച്ചതും റേപ്പുകളും ചെയ്ത കക്ഷികളെല്ലാം വെളിയില്. അല്ല, അവനെ സംബന്ധിച്ചുള്ള അവൻ മാറി നിൽക്കാതെ എന്ത് ചെയ്യും? അതായത് ഇവനെ കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി വ്യാജപരാതി കൊടുത്ത് ഒരു സ്ത്രീയുടെ വ്യാജപരാതി ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് പരാതിയാണെങ്കിലും കിട്ടാൽ യുവമാർക്ക് ഇത്രയും ഒരു FIR ഇടാം, എന്ത് ശോഭകേടും ചെയ്യാം, അൺലെസ് ഓർ കോടതി ഈ ഒരു വിധി പ്രസ്താവിക്കുന്നത് വരെ. അന്നേരം അത്രയും ദിവസം കൊണ്ട് ഇവനെ നശിപ്പിക്കാം. അന്നേരം ആ സമയം എന്ത് ചെയ്യും? അവൻ മാറി നിന്നിട്ട് കോടതിയെ സമീപിക്കുന്നു. ഇതാ ഞാൻ കോടതിയുടെ മുന്നിലുണ്ട്, എൻ്റെ കക്ഷി കോടതിയുടെ മുന്നിൽ ഏത് നിമിഷം കീഴടങ്ങി സറണ്ടർ ചെയ്യുന്നു. ഇവിടുത്തെ എല്ലാത്തരം അന്വേഷണങ്ങളായിട്ട് അവൻ സഹകരിക്കും. പക്ഷെ ഇതൊരു വ്യാജപരാതിയാണ്, ദുരുദ്ദേശത്തോടുകൂടിയാണ്, വ്യക്തിഹത്യയാണ് എന്ന് കോടതിയെ ബോധിപ്പിച്ച് വെളിവരിക എന്നുള്ളത് ഒരൊറ്റ മാർഗമേ ഉള്ളൂ അയാളുടെ മുന്നിൽ. അത് അയാൾ ചെയ്യുന്നു. ആ സമയം എന്ത് ചെയ്തു? ലുക്കൗട്ട് നോട്ടീസ്, അത് കൊടും കുറ്റവാളികള് പോലെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ഇത് ജനങ്ങളുടെ മനസ്സിൽ അപ്പുറത്തോളം ഒരു അവമതി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവന്മാർ ഇതെല്ലാം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല. ഇതെല്ലാം രാഷ്ട്രീയ കളിയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഇലക്ഷൻ വന്ന് കിടക്കുന്നു, ശബരിമല കൊള്ളക്കേസ് കിടക്കുന്നു. അപ്പൊ അതിനെയെല്ലാം മറച്ചു വെക്കാനുള്ളത് ആണെന്ന് എല്ലാ ജനങ്ങൾക്കും അറിയാം. എങ്കിൽ പോലും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുകയാണ് ഓരോ ചാനലുകൾ അവനെതിരായി. ശരി, അവൻ പോയിട്ടുണ്ടെന്നുള്ള സത്യമാണ്, അവൻ സമ്മതിക്കുന്നു, അത് അവന്റെ ഉറപ്പുകൊണ്ടാണ്. അപ്പൊ ഇതും കൂടെ ഒന്ന് അടിച്ചിട്ടാട്ട് ഈ മാധ്യമങ്ങൾക്ക് വേണ്ടി ഈ സോഷ്യൽ മീഡിയ ചാനലുകള് സാധാരണഗതിയിലുള്ള സകല രാഷ്ട്രീയക്കാരന്മാരുടെയും പേരിൽ ആരോപണം വരുമ്പോൾ ഇവന്മാരെന്ത് ചെയ്യും? ആദ്യമേ അതിനെ നിഷേധിക്കും, പിടിച്ചു നിൽക്കും. പക്ഷെ രാഹുൽ ആദ്യമേ മുതൽ തന്നെ അയാൾ നിഷേധിച്ചിട്ടില്ലല്ലോ, ഒന്നും പറഞ്ഞിട്ടില്ല. അയാൾ നിഷേധിച്ചിട്ടില്ല, ഞാൻ കോടതിയിൽ ബോധിപ്പിച്ചോളാം. ആ പുലി ഒരു സ്റ്റെപ്പ് പുറമോട്ട് വെക്കുന്നത് കുതിക്കാനാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അന്നേരം അതുകൊണ്ട് ഇത് അവസാനം ഉണ്ടല്ലോ, ഇത് അവന്മാരുടെ അവസാനം, ആവനാഴിയിലെ അവസാനത്തെ ആയുധം എടുത്തുകൊണ്ടുള്ള കളിയാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി എന്ത് പറയും, എന്ത് പോവും? ഇതിനപ്പുറത്തേക്ക് ഇനി ഇതുപോലെ കുറെ കള്ള ആളുകളെയും കൂടെ ഇറക്കി വേണേ കുറച്ച് പരാതി കൂടെ വേണേ കൊടുക്കാം. പഴയ ബാക്ക് ഡേറ്റ് വെച്ച് വേണേ വിവാഹമോചന സർട്ടിഫിക്കറ്റ് കൂടെ ഒപ്പിക്കും ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ. അപ്പൊ ഈ മീഡിയകള് ഒന്ന് ദൃഢമാക്കണം ജനങ്ങളുടെ. ഈ ആവശ്യമില്ലാത്ത അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞു വെക്കും. അതിനകത്ത് ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറിന്റെ മൊഴിയാണ്. ഈ സ്ത്രീ എത്ര മാസം എത്ര ദിവസം ഗർഭിണിയായിരുന്നു. കോടതിയെ കബളിപ്പിക്കാൻ, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ, ജനങ്ങളെ കബളിപ്പിക്കാൻ ഇവന്മാരുടെ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ പറയുന്ന ഡോക്ടർമാരുടെ ഫെറ്റേണിറ്റിയിൽ തന്നെ ഇവന്മാരുടെ സംഘടനകളിൽപ്പെട്ടവന്മാർ അന്തംഗമ്മികൾ എന്തുമാത്രം ഉണ്ട്. ഇവൻ എങ്ങനെ പറയാൻ പറ്റും? അതായത് ഇവര്
എന്ന് ബന്ധപ്പെട്ടെന്നോ, എന്ന് ഗർഭിണിയായെന്നോ, എത്ര മാസം, ഇവർക്ക് എന്തെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? കോടതിയിൽ ഒന്നും തെളിയിക്കാൻ പറ്റത്തില്ല. ഇവള് ഗർഭിണിയാണെന്ന് ഈ ചാനലുകൾ ബ്ലീഡിംഗ് ഉണ്ടായി എന്ന് പറയുന്നത് അത് ഗർഭചിത്രം കൊണ്ടാണെന്ന് എങ്ങനെ ഇതാക്കാൻ പറ്റും? അത് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണ്ടേ? അതാ പറഞ്ഞേ, ആ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് പോലും ഇവന്മാർ ഒപ്പിച്ചിട്ടായിരിക്കാം ഇപ്പൊ ഈ പണി ചെയ്യാൻ ഇറങ്ങിയേക്കുന്നത്. അത് തമാശതല്ല. ഈ സ്പെഷ്യലി ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഒരു പ്രത്യേകം ഇവരുണ്ടാക്കിയ ആ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു 10-15 പ്രാവശ്യം ഇവരെ സംസാരിക്കുകയും മൊഴിയെടുക്കുകയും ചെയ്തപ്പോൾ പോലൊന്നും ഇവർക്ക് പരാതിയില്ല, മൊഴിയില്ല. അന്ന് കൊടുത്ത മൊഴിയിൽ നിന്നും യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് ഇപ്പൊ പുതിയ ഇവന്മാര് തിരക്കഥ തയ്യാറാക്കി കൊടുത്തേക്കുന്ന ആ മൊഴി. രണ്ടും വൈരുദ്ധ്യം. അത് കോടതിക്ക് മനസ്സിലാകത്തില്ലേ? തീർച്ചയായിട്ടും 3 മാസം പോലീസ് ഉദ്യോഗസ്ഥർ കയറി ഇറങ്ങി അന്വേഷിച്ചിട്ട് അവർക്ക് കൊടുത്ത മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വേറൊരു മൊഴി. പ്രായപൂർത്തിയാവാത്ത അവിവിവാഹിതയാവാത്ത ഒരു കൊച്ചിനെ അല്ല പീഡിപ്പിച്ചെന്ന് പറഞ്ഞത്. ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു സ്ത്രീയെ അല്ല ചെയ്തിരിക്കുന്നതും അവരുടെ സമ്മതത്തോടു കൂടി. അത് പറഞ്ഞ BJP നേതാവിന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായല്ലോ കാര്യം. ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു? തീർച്ചയായും മറ്റേ പശുപാലനും പോലെ താഴെ ഇറക്കണം, കോൺഗ്രസും തമ്മിലടി. അന്നേരം ഞാൻ പറയാം, അന്നേരം നമുക്ക് സത്യം പറഞ്ഞാൽ കുറ്റപ്പെടുത്തേണ്ടത് പിണറായി ഒന്നുമല്ല. ഇതിന് അവസരം വെച്ചു കൊടുത്ത തുടക്കത്തിൽ തന്നെ ഇത് ആസൂത്രണം ചെയ്ത് തേൻകണി ഒരുക്കി രാഹുലിനെ കുടുക്കിയിട്ട് ഈ വിവരം ഈ മുട്ടൽമരമുറിക്കാരന്മാർക്ക് എക്സ്ക്ലൂസീവായിട്ട് കൊടുത്തിട്ട് പമ്മി നിന്ന കേക്കച്ചൻ ആ വാർത്ത വന്നപ്പം അന്നേരം തന്നെ ഇവൻ കടുത്ത നടപടി എടുത്തു. കാരണം എന്താ? ഇവൻ അറിയാം ഇതിനെ അവസാനം എങ്ങനെ കൊണ്ട് കെട്ടണം എന്നുള്ള സാധനങ്ങളല്ലേ ഇവന്റെ കയ്യിലേ ഇരിക്കുന്നേ. അത് പാളാൻ പാടില്ല. ബാക്കി എല്ലാവരും ഒതുങ്ങിയപ്പോൾ പോലും ഇവൻ പാളാതെ ഇത്രയും ദിവസം ഈ 106 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇവന് മനസ്സിലായി KC വേണുഗോപാൽ ഇവനെ തിരിച്ചെടുക്കുമെന്ന് കണ്ടപ്പോഴത്തേക്കും എന്ത് ചെയ്തു? ഇവന്റെ അവസാന കയ്യിലിരുന്ന ആയുധം ഇവനെടുത്ത് പ്രയോഗിച്ചു. കാരണം അവൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇവനെ തിരിച്ചെടുത്താൽ. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുലിനെ തിരികെ എടുക്കുന്ന കണ്ടീഷൻ വന്നപ്പോഴത്തേക്കും ഇവൻ എന്ത് ചെയ്തു? ഇവന്റെ കയ്യിലുള്ള ഇവന്റെ ആവനാഴിയിലെ അവസാനം അവളെയും ഇവൻ പുറത്തിറക്കി ഈ പണി കൊടുത്തു. പാർട്ടി നശിക്കുമെന്നോ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങുമെന്നോ, ശബരിമല കൊള്ള ഇതിനകത്ത് മുങ്ങിപ്പോകുന്നോ എന്ന് പോലും ഈ നാണം കെട്ടവൻ ഈ കേക്കച്ചൻ വിചാരിച്ചില്ല. 2016 ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം കിട്ടുമെന്ന് പേടിച്ച് ഇവൻ എങ്ങനെ അഴിമതി ആരോപണം ഉന്നയിച്ച് അന്ന് ശത്രുക്കളുടെ കയ്യിലെ കുത്താനുള്ള കത്തി ഇവൻ ഉണ്ടാക്കി കൊടുത്തോ, അതേ ഇത് ഈ 2024 ഇവൻ ആവർത്തിക്കുന്നു. ഇതുപോലൊരു പെണ്ണുകേസ് സ്വന്തം കൂടെ ഉള്ളവനെ ഇട്ട് നശിപ്പിച്ച് 2026 2016 പിണറായിക്ക് ആദ്യ അവസരം ഉണ്ടാക്കിയതും ഇവൻ, തുടർ അവസരം ഉണ്ടാക്കിയ ഇവൻ, മൂന്നാമതും അവസരം ഉണ്ടാക്കുന്നത് ഈ കേക്കച്ചനാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയണം. എന്റെ പേര് രാജു എന്നാ. എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അദ്ദേഹം നിരപരാധിയാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടാണ്. പക്ഷേ സാറ് ഈ രാഷ്ട്രീയക്കാരെ തള്ളുന്നപ്പം ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞ ഈ ആണും പെണ്ണും കെട്ട കുറെ പേര് അവിടെ ഉണ്ടല്ലോ. നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകർ യഥാർത്ഥത്തിൽ ആണും പെണ്ണും കെട്ടവരാ. പിണറായി ഒരു വാക്ക് പോലും ചോദിക്കാൻ കഴിയില്ലാത്ത ഈ നാറികള് ജനങ്ങളോട് എന്തെങ്കിലും വിധേയത്തുള്ള മാധ്യമ പ്രവർത്തകരാണ് അവർ ചോദിക്കേണ്ടത് പിണറായി വിജയനോട്. കാരണം പിണറായി വിജയനാണ് ഈ നാടിന്റെ നായകൻ. അവനോട് ചോദിക്കാൻ യാതൊരു ധൈര്യമില്ലാത്ത ഈ തെണ്ടികള് എന്തെല്ലാം ചെയ്യുന്ന ചോദ്യങ്ങളാ ചോദ്യം. ഒരു കുടുംബത്തില് നമുക്ക് ഇരുന്ന് കേൾക്കാൻ പോലും മേലാത്ത ചോദ്യങ്ങൾ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി സാറ് എന്നാന്ന് പറയട്ടെ. ആ നാറികളെ ആദ്യം, സാറ് ഒരു മാധ്യമ പ്രവർത്തനാണ് എങ്കിൽ തന്നെ ആ നാറികളെ ആദ്യം കൂട്ടണം. ഇവന്റെ ഈ എച്ചിത്തരം സാർ ആദ്യം വിളിച്ചിട്ട് കൊണ്ടുവരണം ഈ മാധ്യമ പ്രവർത്തകത്തെ. ചുമ്മാ മാധ്യമ പ്രവർത്തനാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സത്യമാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ 4ാം തൂണത്. അതിനെ അവന്മാര് കശാപ്പ് ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനോടും മറ്റേ കോൺഗ്രസ്സുകാരോടൊക്കെ അവന്മാർ ചോദ്യം നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ മാഷിനോട് പോലും അവന്മാർ ഒരു കാര്യവും കൃത്യമായിട്ട് ചോദിക്കില്ലല്ലോ. അപ്പൊ ആദ്യം നമ്മൾ കളസം കയറേണ്ടത്, കാരണം എന്റെ ചിന്തയാണ്, യഥാർത്ഥത്തിൽ കയറേണ്ടത് ഇവിടുത്തെ കളസം കയറേണ്ടത് ഇവിടുത്തെ ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ആണും പെണ്ണും കേട്ട ഈ ഇതാ കയറേണ്ടത്, അവന്റെ ഒക്കെ മാനേഴ്സാ കയറേണ്ടത്. കാരണം ജനാധിപത്യത്തിന്റെ 4ാം തൂണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. എനിക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ല. 4ാം തൂണായ ജനാധിപത്യത്തിന്റെ 4ാം തൂണായ മാധ്യമ പ്രവർത്തകർ യഥാർത്ഥത്തില് കൃത്യമായിട്ട് കാര്യങ്ങളെ ആരോടും ചോദിക്കാനുള്ള ഒരു വ്യക്തത അവന്മാർക്ക് ധൈര്യം ഉണ്ടാവണം. അത് ഈ കോൺഗ്രസ്സുകാരോട് മാത്രം, BJPക്കാരോടും ഇല്ല, ഇതൊന്നുമില്ല.
എന്തൊരു നാണം കെട്ട മാധ്യമ പ്രവർത്തനം. സാറ് ആദ്യമേ രാഹുലിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഞാൻ രാഹുൽ പൂർണ്ണമായിട്ടും തെറ്റുകാരനാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം എനിക്കിഷ്ടമുണ്ട്, അവൾക്കും ഇഷ്ടമുണ്ടായിരുന്നു എൻ്റെ കൂടെ കിടന്ന്. അവർക്ക് കുഞ്ഞുണ്ടായി, എനിക്ക് അത് ഏറ്റെടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഞാനത് വേണ്ടെന്ന് വെക്കണം, അത് അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ അത് എൻ്റെ മാനസിക എൻ്റെ അവസ്ഥ അനുസരിച്ചാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവളുടെ കൂടെ കിടന്നത്. സ്നേഹത്തിന്റെ പേര് ഞാൻ അവളോട് ചോദിച്ചു, ജസ്റ്റ് മീൻസ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അത് അന്നേരം അവൾക്ക് അറിയാമായിരുന്നു. ആ ടൈമും കാര്യങ്ങളൊക്കെ ആ സ്ത്രീക്ക് അറിയാമായിരുന്നുണ്ട്. അപ്പൊ അതുപോലും അംഗീകരിക്കാതെ ഈ വൃത്തികേട് കാണിച്ചത് വളരെയൊക്കെ യഥാർത്ഥത്തില് കീറേണ്ടത് മാധ്യമപ്രവർത്തകർ. അവർ യഥാർത്ഥത്തില് അത് മറച്ചു വെച്ചിട്ട് ഈ മനുഷ്യനെ എന്തിനായി നിന്നിട്ട് കൊല്ലാനായിട്ട് കിടക്കുന്നത്? ഇവനൊക്കെ എന്ത് മാധ്യമപ്രവർത്തനം ചെയ്യുന്നു? എന്റെ പേര് ശ്യാമള, സ്ഥലം പോത്തങ്കോട്. എന്ത് സാറേ ഇത് കേരളത്തിൽ നടക്കുന്ന? ആ പയ്യന് സാറിന്റെ ഇത്രയും ദിവസത്തെ പ്രയത്നം, ജനങ്ങളുടെ രാഹുലിനോട്ടുള്ള സമീപനം, ഇതെല്ലാം കണ്ട പയ്യൻ പഴയതിനേക്കാളും ഊർജ്ജസ്വലതയോടെ നാട്ടിലിറങ്ങി പ്രവർത്തിച്ചപ്പോഴത്തേക്ക് ഇതെന്തൊന്ന് സാറേ പിന്നും ആ കുട്ടിയെ ചെയ്തു വെച്ചിരിക്കണ വേല. അവന്മാർക്ക് ആകെ അന്താളിപ്പായി പോയി. കാരണം ഇവന്മാര് ഇവനെ എന്നേക്കുമായി തീർക്കണമെന്നും പറഞ്ഞ് ഒതുക്കാൻ നോക്കിയവൻ വീണ്ടും ഇതാ ഭയങ്കര ശക്തനായി. ഇപ്പൊ പാലക്കാട് എങ്ങാനും മുനിസിപ്പാലിറ്റി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവന്മാര് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ ഇത് ഇറങ്ങിയിരിക്കുന്നത്. തന്നെ സാറേ. ഇപ്പൊ രാഹുൽ ഇറങ്ങിയപ്പോഴത്തേക്കുള്ള ആ ജനതരംഗം, അപ്പോഴും രാഹുലിനുള്ള ജനസ്വാധീനം, ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് കേക്കച്ചന്റെ സമനില തെറ്റി, അവന് ബുദ്ധിഭ്രമം ഉണ്ടായി. അതല്ലേ അവൻ ഇന്നലെ രാഹുലിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പ്രഖ്യാപിച്ചപ്പോഴും അവൻ പറഞ്ഞത്, എന്റെ ബോധ്യത്തിന് അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞതിൽ നിന്നും ഞാൻ അണുകട മാറ്റമില്ല. കാര്യം കേരളം എഴുതി കൊടുത്ത് അവന് തന്നെ ഉള്ള കാലവും പ്രതിപക്ഷത്ത് ഇരിക്കാന്നും പറഞ്ഞ് പിണറായിയിൽ നിന്ന് അവൻ കോടികൾ വാങ്ങിച്ചിരിക്കുകയില്ലേ? ആ കോടികൾ തിരിച്ചു കൊടുക്കണ്ടേ? അതാണ് അവന്റെ ഉത്തമ ബോധ്യം എന്ന് പറയണത്. അല്ലെങ്കിൽ ഈ പിണറായിയുടെ മന്ത്രിസഭയിൽ എത്ര പെണ്ണുപിടിയന്മാര്, എത്ര സ്ത്രീ ലംബടന്മാര്, മഴയത്ത് റെയിൻകോട്ട് മേടിച്ചു കൊടുക്കുന്ന ഒരു മന്ത്രി. പിന്നെ അവന് കൊല്ലത്തമ്മല്ലേ മുകേഷിനെതിരെ വന്ന എത്ര പരാതികൾ കൊടുത്തു. പിന്നെ പി ശശിയ, അങ്ങനെ പറയണ്ട. പിണറായി മന്ത്രിസഭയിൽ പെണ്ണുപിടിയന്മാരും സ്ത്രീലെമ്പടന്മാരും അല്ലാത്ത ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടാ? അവരെ എല്ലാം ഈ വിജയം ചേർത്ത് പിടിച്ചില്ലേ? അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചില്ലേ? അതേപോലെ ഈ രാഹുലിന് ഒന്നും അറിയാത്ത ഒരു ചെറുപ്പക്കാരൻ പയ്യന് ഒരു തെറ്റ് സംഭവിച്ചു എങ്കിലേ അത് കേസ് കൊടുക്കട്ടെ. കേസ് കൊടുക്കുമ്പോൾ അവരന്വേഷിക്കട്ടെ. അന്വേഷിച്ചത് സത്യമാണെന്ന് കണ്ടാല് അപ്പോൾ നമുക്ക് നടപടി എടുക്കാം എന്നൊരു വാക്യവൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമായിരുന്നോ? അപ്പൊ ഇവനല്ലേ ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാക്കിയത്, ഈ കേക്കച്ചൻ പെയിന്റ്. അതായത് ഇവൻ തന്നെ ഇത്തരത്തിലൊരു തേൻകണി ഏർപ്പെടുത്തി, ഇവൻ തന്നെ ഈ മുട്ടൽ മരമുറി ചാനലുകാരന്മാർക്ക് ഇത് വാർത്ത എക്സ്ക്ലൂസീവ് ആയിട്ട് ഉണ്ടായി കൊടുത്തിട്ട് അവരെ കൊണ്ട് വാർത്ത അടുപ്പിച്ചിട്ട് അടുത്ത ദിവസം ഇവനെ ആക്ഷൻ എടുത്തിട്ട് അങ്ങ് നിൽക്കുക. എന്റെ ഉത്തമ ബോധ്യമാണ്. അന്നേരം ഇവന് ബോധ്യമുണ്ട്. കാരണം എല്ലാം ഇവന്റെ ബോധ്യത്തിലാണല്ലോ ജയിച്ചേക്കുന്നത്. ഇവന്റെ ബോധ്യത്തിൽ ഇത് അവസാനം എങ്ങനെ ഇതിനെ കൊണ്ട് എവിടെ കണ്ട കെട്ടണമെന്ന് ഇവന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അതാണ് അവന്റെ ബോധ്യം. അവന്റെ ബോധ്യം. അവൻ ഒരു ഉളുപ്പില്ലാതെ അവൻ ഇന്നലെയും പറഞ്ഞത് കേട്ടില്ലേ? എന്റെ ബോധ്യത്തിലാണ്, ഞാൻ പറഞ്ഞതിൽ നിന്നും മാറ്റമില്ലെന്ന്. സാറേ, ഞാൻ ആലോചിക്കുകയാണ്, ചാവേറായിട്ട് പോയി അവനെ അങ്ങ് കൊന്നുകളഞ്ഞാലെന്ത്? അവനെ ഒരു ബോംബങ്ങ് ഇട്ടാലെന്ത്? ഈ നാടെങ്കിൽ, ഈ കേരള നാടെങ്കിലും രക്ഷപ്പെട്ടു പോയാനായിരുന്നല്ല. ഈ പിണറായി ഇന്ത്യയിൽ നിന്ന് നമ്മളെ കേരളം എങ്ങനെങ്കിലും രക്ഷപ്പെടണേന്ന് 24 മണിക്കൂർ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയൊരു ശബരിമല കൊള്ള വന്ന് അതിൽ തന്ത്രിയും അന്നത്തെ 2019 ദേവസ്വം മന്ത്രിയായ ഈ പൂച്ചക്കണ്ണൻ ഈ കടകംപള്ളി സുരേന്ദ്രനും പ്രതിയായെന്ന് കണ്ടപ്പോഴത്തേക്ക് അവൻ കൊണ്ട് പ്ലേറ്റ് തിരിച്ചത്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഈ പത്മകുമാറിനെയും ഈ CPM നേതാക്കളായ പ്രബല നേതാക്കളായ ഈ പത്മകുമാറും വാസുവും അഴിയെണ്ണണത് കൊണ്ടല്ലേ ഈ കൊച്ചു ചെറുക്കനെ കൂടെ പിടിച്ച് ജയിലിലിട്ട് അഴിയെണ്ണിക്കാന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ CPM എപ്പോഴൊക്കെ
പ്രതിസന്ധി ഉണ്ടായോ അന്നെല്ലാം രക്ഷകനായി എത്തുന്നത് ഈ കേക്കച്ചനാ. അന്ന് ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം ഉണ്ടാകുമെന്നുള്ള കാലഘട്ടം വന്നപ്പോൾ അഴിമതിയാണേന്ന് പറഞ്ഞ് ഇവൻ നിലവിളിച്ച് ഇതുപോലെ തന്നെ പ്രതിപക്ഷത്തിന് കുത്താനുള്ള കത്തി ഇവൻ അന്ന് കൊടുത്തു. 2016 സംഭവിച്ചത് 2026 സംഭവിക്കാൻ പോകുന്നു. ഇന്നും ഇതാ ഈ പാർട്ടിയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ഇവൻ ഈ പരിപാടി വീണ്ടും കത്തിച്ചിട്ട് കൊടുത്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പാർട്ടിയെ നശിപ്പിക്കുക, തകർക്കുക, പിണറായിക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമല്ലേ? തീർച്ചയായിട്ടും സാറേ, 100% സാറ് പറഞ്ഞത് 110% ശരി. ഇത് ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് എല്ലാം മനസ്സിലായി. 3ാം ഊഴവും പിണറായിക്ക് ഒരുക്കി കൊടുത്ത് എനിക്ക് പ്രതിപക്ഷത്ത് തന്നെ ഇരുന്ന് എനിക്ക് എല്ലാ സൗകര്യങ്ങളും സുഖഭോഗങ്ങളും എനിക്ക് അനുഭവിക്കാമെന്നുള്ള ഒരൊറ്റ അവന്റെ ഒരു കുബുദ്ധിയാണ് അവൻ ഈ കാണിച്ചത്. അവൻ ഈ പിണറായിക്ക് കൂട്ടുനിന്ന് ഈ കത്തിയെടുത്ത് പിണറായിയുടെ കയ്യിൽ കൊടുത്ത് രാഹുലിനെ കുത്തട എന്ന് പറഞ്ഞു കുത്തിക്കണത് യവൻ തന്നെയാണ്. ഇതിലൊരു സംശയവും. ഇത് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ. ആ പുട്ടൂതി രമേശ് ചെന്നിത്തല പറഞ്ഞ കേട്ടില്ലേ, കെ.സി. വേണുഗോപാലിനെ പ്രൈമിൽ പോലും കാണാനില്ല. അപ്പൊ ഇവരെയൊക്കെ പിന്തുണയോടുകൂടിയുള്ള കാര്യങ്ങൾ തന്നെയാണിത്. ഇത് ജനങ്ങൾക്ക് മനസ്സിലായി. അടുക്കളയിലെ ഇട്ടാവട്ടത്തിൽ കഴിയുന്ന വീട്ടമ്മമാരൊക്കെ പോലും ഇത് 100% ബോധ്യമായി. അതായത് ഇതിപ്പോ ചെയ്യാൻ കാണുന്നറിയുമോ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പേ രാഹുലിനെ തിരികെ എടുക്കുവാൻ കെ.സി. വേണുഗോപാല് ശ്രമിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ കേക്കച്ചൻ ഈ പണി ചെയ്തത്. തന്നെ അല്ലേ? ആ സമയത്താണ് അതിനെ പൊളിക്കാൻ വേണ്ടി. എന്നിട്ട് അവൻ ഇപ്പൊ ഇതാ വരുന്നു, എന്റെ ബോധ്യം കണ്ടോ, എന്റെ നിലപാട് കണ്ടോ എന്നും പറഞ്ഞ് അവൻ വരുമ്പോൾ വീണ്ടും അവന്റെ ആധിപത്യം ഉറപ്പിക്കാമെന്ന് കരുതിയാണ്. ഇതിലൂടെ 2 കാര്യങ്ങളാ. ഒന്ന്, KCM ഈ KPCC അവന്റെ ചട്ടുകമായ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും വരട്ടുക. ഞാൻ പറഞ്ഞില്ലേ അവനെ എടുത്താൽ ഇതുപോലെ പണി തരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? കണ്ടോ, ഇത് ഞാൻ പണിഞ്ഞ സാധനമാണ്, എന്റെ അതിന്റെ തെളിവും സാധനങ്ങളും ഞാൻ ആളെ ഇറക്കും സമയത്ത് നീയൊക്കെ നാണം കെടും, അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ നിൽക്കണം എന്നുള്ള ഒരു ഒരു സന്ദേശമായിരുന്നു കൊടുത്തത്. അതുപോലെ അതിനെല്ലാം അവഗണിച്ച് ഈ സാഹചര്യത്തിൽ രാഹുലിനെ എടുത്താൽ പാർട്ടിക്ക് നേട്ടമുണ്ടാകും എന്ന് മനസ്സിലാക്കി ഇവര് തിരിച്ചെടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിനെ വെട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട് ഈ കേക്കച്ചൻ ഇപ്പോൾ ഈ പണി ഇവരെ രംഗത്തിറക്കി ഈ പരിപാടി അവൻ നടത്തിയത്. എന്തോന്ന് സാറേ ഇത്? ലുക്കൌട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിക്കാൻ തക്ക കുറ്റം എന്ത് ചെയ്ത് അതാ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കേണ്ട കാര്യം, ഇവന്മാർക്ക് അതായത് രാഹുലിന് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിക്കുന്ന അത്രയും ദിവസങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പിലെ ഇവന്മാർക്ക് ഈ കളി കളിക്കാൻ പറ്റത്തുള്ളൂ. അതിനിടയ്ക്ക് ഇവന്മാർ എന്തൊക്കെ നാറിയ പണി കാണിക്കാമോ അവനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും, അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് നാണം കെടുത്ത് വെച്ച് കൊണ്ടുപോകുന്നത് കാണിക്കും, ഇതുപോലെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും, പല ആളുകളെ ഇറക്കി ഇവനെ അപവാദം പറയാൻ ശ്രമിക്കും. ഇനി ആദ്യമേ ഈ രംഗത്ത് വന്നോളൂ തന്നെ വീണ്ടും അവളെ കൊണ്ട് മറ്റു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വേണേ പല പരാതിക്കാരെ ഇറക്കും. ഇതെല്ലാം ഇനിയും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. പക്ഷെ ഇതിന്റെ എല്ലാം ആയുസ് കോടതി ഈ കേസ് പരിഗണിക്കുന്നിടം വരെ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അതോടുകൂടി ഇത് പൊളിഞ്ഞു, ഇത് തീർന്നു. ഇനിയും ഇതിന്റെ മേളിലേക്ക് പോകത്തില്ലോ. യോ എന്തൊരു ഉളുപ്പില്ലാതെ പറയുന്നു. 15 പെൺകുട്ടികളെ പീഡിപ്പിച്ച് ആ തുണിയുടുക്കാത്ത അവള്, ആ ചെറ്റ അവളൊരു കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണൊന്നും അല്ല. അവള് നാണം കെട്ട ചെറ്റ ദരിദ്രവാസി. അവള് ഇന്നലെ ഒരു ഉളുപ്പില്ലാതെ വന്നിരുന്നു പറഞ്ഞത് കേട്ടില്ലേ? 15 പെൺകുട്ടികളെ പീഡിപ്പിച്ച് പിന്നെ ഒരു പയ്യനെയും പീഡിപ്പിച്ചെന്ന്. രാഹുൽ എന്തൊരു പറയട്ടെ അതിന് മറുപടി നമ്മൾ എന്തോന്ന് പറയാൻ? സാറേന്ന് വിളിച്ചിട്ട് സാറിന്റെ അടുത്ത് നമ്മൾ എന്ത് പറയാനാണ്? ഇതെല്ലാം പറയിക്കുന്നത് യവനല്ലേ? യവന്റെ അവക്കല്ലേ യവൻ കേക്കെടുത്ത് വായിൽ വെച്ചു കൊടുത്തത്? യവനല്ലേ ഇവളെ കൊണ്ട് ഇതെല്ലാം പറയിക്കണത്? ഒരു കാര്യം ഞാൻ പറയാൻ സാറേ, ഞാൻ വിജയനെ ഞാൻ വെറുത്തതുപോലെ ഞാൻ ഭൂമിയിൽ ഒരു പുഴുത്ത് വരുന്ന ഒരു പട്ടിയെ പോലും ഞാൻ വെറുത്തിട്ടില്ല. എനിക്ക് നാക്കടുക പ്രാണികളോടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ പട്ടിയെന്ന് പറയുന്നില്ല. ഇവനെ ഞാൻ വെറുത്തതുപോലെ ലോകത്തിൽ ആരെയും വെറുക്കൂല. അങ്ങനെ വെറുത്ത ഒരു ജന്മമാണ് ഈ വിജയൻ, മുഖ്യമന്ത്രി വിജയൻ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന് തമ്മിൽ ഭേദം തൊമ്മൻ. ഒന്നുമില്ലെങ്കിൽ കൂട്ടത്തിലുള്ളവർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണിൽ കമ്പെടുത്തിട്ട് കുത്തിയിട്ട് അത് തെറ്റല്ല, അത് ശരിയാണ് എന്ന് പറഞ്ഞ് കൂടെയുള്ളവരെ ചേർത്ത് നിർത്താനുള്ള ഒരു മനസ്സ് വിജയനുണ്ട്. ഇവൻ ഒളിവിൽ ഈ രാഹുൽ പോകുന്നത് വരെയും അവൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയല്ലേ അവൻ പ്രയത്നിച്ചത്? അവൻ 18 വയസ്സ് മുതൽ അവൻ ഈ രാഹുൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്ഷമിക്കണം, ഇവനെന്ന് പറയുന്നതിൽ ക്ഷമിക്കണം.
ഈ രാഹുൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വോട്ടവകാശം കിട്ടുന്നതിന് മുന്നേ ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവനാണെന്ന്. അപ്പൊ എത്ര വർഷത്തെ പ്രവർത്തനമാണുള്ളത്? എന്നിട്ട് അങ്ങനെയുള്ള ഒരാളിനെ ഈ വിധമൊക്കെ ആക്കുക, ചതിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് എന്തോന്നാണിത്? ഇപ്പൊ പിന്നെ വോട്ടർമാർക്കാണ് ഇപ്പൊ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നത്, ആർക്ക് വോട്ട് ചെയ്യണം. ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഓർക്കുക, ഇത്രയും നീചത്തരം കാണിച്ച ഈ കോൺഗ്രസിനെ, അതായത് ഇവന്മാരെ, ഈ രാഹുലിനെ ഒതുക്കുവാൻ ശ്രമിച്ച ഈ തിരുവനന്തപുരം, ഈ കെ മുരളീധരനുള്ള തിരുവനന്തപുരം, കെ കച്ചൻ നയിക്കുന്ന എറണാകുളം, ഈ സ്ഥലങ്ങളിൽ കോൺഗ്രസിന് നാണംകെട്ട പരാജയം, അതുപോലെ ഈ സ്ഥലങ്ങളിൽ നാണംകെട്ട പരാജയം ജനങ്ങൾ നൽകുക. എന്നിട്ട് പാലക്കാട് രാഹുലിനെ ഇവന്മാർ ദ്രോഹിച്ചെങ്കിലും അദ്ദേഹം പാർട്ടിയെ സ്നേഹിക്കുന്നു, പാർട്ടിയെ ഇഷ്ടപ്പെടുന്നു. രാഹുൽ ആ പ്രവർത്തിച്ച പാലക്കാട് എത്രയും ഉജ്ജ്വല വിജയം സമ്മാനിപ്പിക്കാൻ പറ്റുമോ, കൊടുക്കാൻ പറ്റുമോ, ജനങ്ങൾ അത് ചെയ്യുക. അതാണ് നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്. ഇതൊരു വലിയ കഷ്ടം തന്നെ സാർ, ഇതൊരു വലിയ കഷ്ടം. ഇവൻ കണ്ടല്ല, ഇവൻ പിണറായി അനുഭവിക്കും പോലെ ആയിരിക്കൂല ഈ VD സതീശൻ എന്ന് പറയുന്ന ഈ പരമദ്രോഹി, ഈ സാമദ്രോഹി. അയ്യപ്പനെ വരെ സാറിന്റെ ഭാഷയിൽ പറയണെങ്കിൽ ശ്രീ അയ്യപ്പന്റെ കിടുങ്ങാമണി വരെ മോട്ടിച്ച് കൊണ്ടുപോയ ഈ കള്ളന്മാരെ സംരക്ഷിക്കുന്ന പിണറായിയെ കണ്ടവൻ പഠിക്കാത്തത് എന്ത്? ഇപ്പൊ ഇങ്ങനെ ഇവൻ കേക്കച്ചാൻ ശ്രമിച്ചപ്പോ ഇപ്പൊ 2-3 ദിവസം കൊണ്ട് ശബരിമല അടിയിലായില്ലേ? തന്ത്രിയും കടകംപള്ളിയും രക്ഷപ്പെട്ടില്ലേ? അപ്പൊ യവനല്ലേ ഇവരെയൊക്കെ രക്ഷപ്പെടുത്തണത്? യവനെ എന്ത് ചെയ്യണം? യവനെ ഇനി ജനങ്ങൾ ഇതിൽ കൂടുതൽ എന്ത് പറയാൻ? ഇത്രയും ദിവസം കൊണ്ട് സാറ് സംസാരിക്കുന്നതും സാറിനോട് ഞങ്ങളെ പോലെയുള്ളവര് സംസാരിക്കുന്നതും ഒക്കെ യവൻ കേൾക്കുന്നില്ലേ? ഇവനെ വണങ്ങി നിൽക്കുന്നവര് ഈ ജനങ്ങൾ പറയുന്നതിന്റെ സാരാംശം ഇവന് പറഞ്ഞു കൊടുക്കൂലേ? ഇവൻ ഇതൊന്നും കേട്ടിട്ട് ഇവനൊന്നും തോന്നുന്നില്ലേ? ഇവന് കാണ്ടാമൃഗത്തിന്റെ തൊലിയും അല്ലേ? ഇവന് കാണ്ടാമൃഗത്തിന്റെ ഊറാവിന്റെ ഒന്നും തൊലിയല്ലേ ഇവന്? ഇനി അതിൽ കൂടി തൊലിക്കട്ടിയുള്ളത് എന്തരുണ്ട് ഭൂമിയില്? ഇതൊരു പരമ കഷ്ടമാണ്, ഇതൊരു പരമ കഷ്ടം. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ കോൺഗ്രസ് പാർട്ടിയെയും നമ്മൾ വെറുക്കുകയാണ്. കാര്യം ഇതൊന്നും കേന്ദ്രത്തിലുള്ളവരൊന്നും കാണുന്നില്ലേ? കേരളത്തിൽ ഇത്രയും ശക്തമായ ഒരു പ്രതിസന്ധി നേരിടുമ്പോഴത്തേക്ക് കഴിവുള്ള ഷാഫി പറമ്പിലിനെ അടിച്ച് കൊല്ലാനായിട്ടുള്ള പണവും മുൻകൂർ മേടിച്ചും കൊണ്ട് അവൻ ദുബൈയിൽ പോയി. ആ സമയത്താണ് ഷാഫി പറമ്പിന്റെ മണ്ടക്കിട്ടടിച്ച് മൂക്കടിച്ച് പൊട്ടിച്ചത്. അപ്പോഴും അവൻ ഒന്നും അറിഞ്ഞില്ലെന്നും പറഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോ അവൻ ഇനി വന്ന് ഇപ്പൊ ഈ ചെറുക്കനെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചില്ലേ? സാധാരണ ഒരു ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിക്കുന്നത് പിടികെട്ടാ പുള്ളിയൊക്കെ അല്ലേ? അതിനതൊക്കെ കുറ്റം ഈ രാഹുൽ എന്ത് ചെയ്ത്? 2 പേരും കൂടെ സമ്മതിച്ച് ഉണ്ടായ ഒരു ബന്ധം. ഈ 2021 കണ്ട് നടന്ന സംഭവം അല്ലേ? എവള് ഇപ്പോഴിതിനെ എന്തിനു കുത്തിപ്പൊക്കിയത് ഈ ഇലക്ഷൻ വന്ന് മുട്ടി നിൽക്കുന്ന ഈ സമയത്ത്? അപ്പൊ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അറിഞ്ഞൂടെ? സാറേ, എനിക്കൊന്നും വലിയ രാഷ്ട്രീയം അറിഞ്ഞെന്നും കൂടാ, പക്ഷെ നമ്മളൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ നമുക്ക് പോലും ഇപ്പോഴത്തെ രാഷ്ട്രീയം മനസ്സിലായാലും സാറേ ഇത് രാഷ്ട്രീയ കളിയാണെന്ന് ഇവൻ എന്ത് സാറേ മനസ്സിലാവാത്തത്? ഇവനെ ഇനി എങ്ങനെ പറഞ്ഞ് ഇത് ബോധ്യപ്പെടുത്തിട്ട് ഇവൻ ജനങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്നതല്ലേ? രാഹുലിനെ തിരിച്ചെടുത്തില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ടിടൂല എന്നുള്ളത് ലക്ഷക്കണക്കിനുള്ള ജനങ്ങൾ പറഞ്ഞു. അപ്പം അവൻ വിചാരിക്കണത് അവൻ തിരിച്ചെടുക്കാതിരിക്കുമ്പോ ജനങ്ങളെല്ലാം തിരിഞ്ഞു പിണറായിക്ക് വോട്ട് കൊടുക്കും. അപ്പൊ വീണ്ടും പിണറായി തന്നെ വരും. അപ്പൊ ഞാൻ മേടിച്ച പൈസ തിരിച്ചു കൊടുക്കണ്ട. ഇതല്ലേ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കണത്. പിണറായി വിചാരിക്കണതെന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങളാണ്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3-ാം ഊഴം, രണ്ടാമതെന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കൊള്ള അടിയിലാക്കുക, മൂന്നാമതെന്ന് പറഞ്ഞാൽ CPM പ്രബല നേതാക്കളായ വാസുവിനെയും പത്മകുമാറിനെയും പോലീസ് പിടിച്ച് അവര് ജയിലടിക്കുള്ളില് അതിൽ വാസുവിനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയി. അപ്പൊ അതിന് പ്രതികാരം വീട്ടണം. കോൺഗ്രസിലുള്ള ഒരു മിടുക്കനായ ചുറുചുറുക്കുള്ള ഒരു കഴിവുള്ള ശക്തനായ ഒരു നേതാവിനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയി ജയിലിന്റെ ഉള്ളിലാക്കണം. അതാണ് പിണറായി വിചാരിക്കുന്നത്. പക്ഷെ അതിന് ഇവൻ കൂടെ പിടിക്കുന്നല്ലേ ഈ കേക്കച്ചൻ. ഇവന് വല്ല ഉളുപ്പും ഉണ്ടാ? നമ്മളൊക്കെ ഇനി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ സാറേ? അല്ല, ഇപ്പൊ കണ്ടോ, ഈ ഒന്നും സംഭവിക്കില്ല. ഈ കോടതിയിൽ നിന്നും രാഹുലിന് നീതി ലഭിക്കും. അതോടുകൂടി ഇനി കേക്കച്ചനും സംഘവും അതിനപ്പുറത്തേക്ക് എന്ത് പോകും നമുക്കൊന്ന് കാണാം. സത്യം പറഞ്ഞ സാറേ ഉറക്കമില്ലേ സാറേ?
നമ്മളെ വീട്ടിൽ എനിക്ക് 2 ആൺകുട്ടികളാണ്, 35, 33 വയസ്സ് പ്രായമുള്ള 2 ആൺകുട്ടികളാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു മോനായിട്ട് 3 മക്കളിൽ ഒരുവനായിട്ട് കാണുകയാണ്. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ഈ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് നമുക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ആഹാരം കഴിക്കാൻ പോലും തോന്നുന്നില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ രാത്രിയൊക്കെ ഇരുന്ന് യൂട്യൂബിൽ നോക്കി ഭക്തിഗാനങ്ങളൊക്കെ കേട്ട് ഭഗവാനെ വിളിച്ചൊക്കെ ഞാൻ കഴിയുകയാണ്. സത്യം ഞാൻ പറയുകയാണ്, സത്യം ഞാൻ ഹൃദയത്തിൽ തൊട്ട് പറയുന്ന ഭാഷയാണത്. നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അല്ല, ഇതൊക്കെ ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളാണ്. അതിനെയൊക്കെ എല്ലാവരും ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. സത്യം ജയിക്കും, അത്ര നമ്മൾ മാത്രം നമ്മൾ വിശ്വസിക്കുക, അത് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഈ സത്യത്തെ എത്ര കാലം ഞാൻ പറയും, ഇവർക്ക് ഇവരുടെ കയ്യിലുള്ള ഒന്നോർക്കുക, ഇവരുടെ കയ്യിൽ അധികാരമുണ്ട്, ഇവരുടെ കയ്യിൽ സമ്പത്തുണ്ട്, സ്വാധീനമുണ്ട്. സകല സംവിധാനങ്ങളും ഇവരുടെ കാൽക്കീഴിലാണ്. മാധ്യമങ്ങൾ ഇവരുടെ കാൽക്കീഴിലാണ്. ഇവരുടെ പ്രവർത്തകർ പോലും ഇവരുടെ കയ്യിൽ അധികാരമുള്ളത് കൊണ്ട് ഇവരുടെ അടുത്ത് ഓച്ചാരിച്ച് നിൽക്കുന്നു. അങ്ങനെയുള്ള സർവ്വവും കയ്യിലുള്ളവരോടാണ് ഒറ്റയാൾ പോരാളിയായി നിന്ന് രാഹുൽ പോരാടുന്നതെന്ന് മനസ്സിലാക്കണം. അതിന്റെ കൂടെ നമ്മളെ പോലുള്ള 1-2 പേര്, ഏറ്റവും ശേഷി കുറഞ്ഞ ആളുകള്. പക്ഷെ അതിനകത്ത് ഒരു കാര്യമുണ്ട്, ഇതെല്ലാം സർവശക്തൻ കാണുന്നുണ്ട്. ആ സത്യം വിജയിക്കും. സന്തോഷം. സാറിന് ഇതിനുള്ള ശക്തിയും അതും തരട്ടെ. ഇതുപോലെ സാറിന്റെ യുദ്ധം ഒറ്റയാൾ പോരാട്ടമായി തുടരട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാം, ഭഗവാൻ എല്ലാം നല്ലതിനായിട്ട് കലാശിക്കട്ടെ. അവന് ഇതിൽ നിന്ന് നല്ല മോചിതനാവട്ടെ. ഞാൻ സുരേന്ദ്രൻ എന്ന ആളാ, നിറങ്ങണ്ടത്തുള്ള. എന്റെ രാഹുലിന്റെ കാര്യം എന്തായോ? അതായോ? അവന്റെ അവൻ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. തീർത്തളഞ്ഞല്ലോ മച്ചന്മാര്. ഏതാ മച്ചന്മാര് തീർത്തളഞ്ഞല്ലോ ഒന്ന്. അതെങ്ങനെ അവൻ തീരുന്നത്? സതീശനും മറ്റവനും കൂടിയാ. അവൻ തീരത്തൊന്നുമില്ല. ഇത് അവന് ഗുണകരമാകത്തുള്ളൂ. ഇപ്പൊ കണ്ട കോടതി നാറി കയറി പോവും. ഇവന്മാര് ഈ ഒളിച്ചു വെച്ച കള്ളത്തരങ്ങളെല്ലാം നമ്മളിപ്പോ വെളിവിട്ടല്ലേ. അതായത് ഇവളെന്ന് പറഞ്ഞാല് വേറെ ഒരുത്തനെ കെട്ടി അവനെ ഭർത്താവായിട്ടിരിക്കുമ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞ് 1 വർഷമായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പം ഇവൾ അത് മറച്ചു വെച്ച് ഇവനുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പോയി കഴിയുമ്പോഴത്തേക്കും തന്നെ അവിടെ പൊളിഞ്ഞില്ലേ. അതായത് വിവാഹിതയായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ 1 വർഷം ആകുന്നതിന് മുമ്പേ ഭർത്താവിനെ ചതിച്ച് വേറെ ഒരുത്തന്റെ കൂടെ അവൾ ആരാ? ഇവളെ സംബന്ധിച്ചോളം ഇവക്ക് ഒരുത്തന്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുമ്പേ മോശമായിട്ട് ഇടപെടുമ്പം അവള് പെണ്ണെന്ന നിലയ്ക്ക് അവക്ക് കൃത്യമായിട്ടും പറയാമല്ലോ, എനിക്ക് ഇത്തരം സംസാരം താല്പര്യമില്ല. സംസാരം റോങ് ആകുമ്പോൾ തന്നെ അവക്ക് വേണേൽ രക്ഷപ്പെടാം. ഓക്കെ, ഇപ്പൊ അവൻ കയറി പിടിച്ചു എന്ന് വെക്കുക. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് കൊണ്ട് പരാതി കൊടുക്കാമല്ലോ. 5-6 പ്രാവശ്യം പീഡിപ്പിച്ചിട്ട് ഇവന്റെ പുറകെ പോവുക, ഇവന്റെ ഫ്ലാറ്റിലും ഇവന്റെ വീട്ടിലും. BJP നേതാവിന്റെ ഭാര്യയാണ് ഇവൻ. പാലക്കാട് ഓഫീസിന്റെ ഫ്രണ്ടില് അതാണ് വലിയ ഹീറോയിസം. എന്നാ പിന്നെ വേറൊരു കാര്യം, അതിൽ ഇരട്ടി പണി തീർക്കണ ആൾക്കാർ മൊത്തം. അതാ സമയം ഉണ്ടല്ലോ. അതാ പറഞ്ഞു ഇവന്മാരുടെ കഴിവുകേടാന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇവന്മാര് അവനെ തീർക്കാൻ വേണ്ടി സതീശനായാലും മുൻകൈ എടുത്തത്. അതാ അവന് കാശ് കിട്ടി, ഫസ്റ്റ് കഴിച്ച് അവന് തുക കിട്ടി. അവനാണ് ഇതിട്ട് കൂടുതൽ പറഞ്ഞത്. അല്ലെങ്കിൽ എന്നെ കേസ് തീർന്നു തന്നെ. അവൻ ഒറ്റനായിട്ട് നീട്ടിയത് കുഴപ്പമാക്കിയത് വേറെ പല ആസ്കല്. അവൻ എന്നിട്ട് പോരും പറഞ്ഞ് നടക്കുവാ. ഇപ്പം അവിടെ കയറണം ഒന്നും പറഞ്ഞ് ചാടി കയറി ഇരിക്കുകയാണ്. ഒത്ത് കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ പോക്കാം. സതീശന്റെ പേരും അഡ്രസ്സും പോകും. ഇപ്പൊ കണ്ടോ, അവൻ നാറും ഇപ്പൊ ഈ വിഷയത്തില്. ഇത് കള്ളത്തരമാണ്, ഇതിന്റെ എല്ലാം പിന്നിൽ ഇവനായിരുന്നു എന്നുള്ളൊരു സ്ഥാനം വെളി വരുമ്പോഴത്തേക്കുവേ ഇത് ഈ കേസ് തള്ളി പോകുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇവന്റെ മാനം പോകും. അതിനകത്ത് അവന്മാര് പറയുന്നുണ്ടല്ലോ, നേരത്തെ അവര് പാർട്ടി തിരിച്ചു വിട്ടാണ്. എന്ത് കാര്യത്തിന്? അതാ പറഞ്ഞ ഇവന്മാരെ സംബന്ധിച്ചോളം ഇവന് പേടിയാ. കാരണം ഈ ചെറുപ്പക്കാരനുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരനുണ്ടെങ്കിൽ ഇവന്മാരുടെ കാര്യം പോക്കാണ് എന്ന് ഇവന് കൃത്യമായിട്ട് പറയാം. ഇവൻ ശരിക്കും സംസാരിക്കുന്നവനാ, അതുകൊണ്ടാ കാര്യങ്ങള് തുറന്നു പറയും. അതെ, അതുകൊണ്ട് ഒതുക്കണത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇപ്പൊ ശബരിമലത്തെ വിഷയം തന്നെ ഓർത്തേ. അതാ പറഞ്ഞത്. അതൊക്കെ ഓർക്കുമ്പോ എങ്ങനെയെന്ന് നോക്കി. അതാ പറഞ്ഞ ശബരിമലയിലെ അത്രയും വലിയ വിഷയമുണ്ട്, സ്വർണ്ണക്കൊള്ളയുണ്ട്. അതിനൊന്നും ആ വിഷയത്തിലൊന്നും താല്പര്യം കാണിക്കാത്തവന്മാര് ഇപ്പൊ കണ്ടോ വല്ലോടെ നിക്കറൂരി എന്ന് പറഞ്ഞുള്ള വിഷയത്തില് ഇവന്മാര് ഇവിടെ കൊണ്ട് കൊടുത്തിട്ടല്ലേ. അവൻ അങ്ങോട്ട് കാണിച്ചൊന്നല്ലോ. അതെന്താ ചിന്തിക്കാത്തത്? ഇത് അതല്ലെന്നേ. ഇവന്മാര് തുക കൊടുത്ത് കേസ് പിടിച്ചതാ, നേരത്തെ നടന്നുമില്ല.
ഇവളതാ പറഞ്ഞേ, അന്നേരം അതാ പറഞ്ഞേ ഇതിന്റെ വലിയ ബാർഗനിങ് നടക്കുമായിരുന്നു. അവസാനം പിന്നല്ല കച്ചവടം ഉറപ്പിച്ച് കാശ് കഴിച്ചാലും മെയിൻ കണ്ണി വീടി ചോദിച്ചില്ല ആദ്യം. അങ്ങനെയൊക്കെ ഒരു പരാതി കിട്ടിയ ഉടനെ അങ്ങോട്ട് രാജിവെപ്പിക്കുമോ? അതെന്ത് ന്യായോ? അതാണ് ആദ്യം ഓർക്കാൻ. ബീഡി സൈസിനിട്ട് കൊടുക്കേണ്ടതായിരുന്നു ആദ്യം. ബീഡി സൈസിൽ അവിടെ നിന്ന് പച്ച കപ്പത്തില്ല, നാട്ടുകാർ ഒതുക്കും. ഇവന് ഇലക്ഷൻ നിൽക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ആർത്ത് വന്നാലും MLA പോലും നിൽക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആയിക്കളഞ്ഞില്ല അവന്മാര്. അതല്ലേ 6 വർഷം കഴിയണമെന്ന് പറയണം. അതിനകത്ത് കളിച്ചത് ബീഡി സൈസിനാ. ബീഡി സൈസൻ കളിച്ച് തുക മാസം ബീഡി സൈസൻ മാറി, പിന്നെ മറ്റൊന്നൊക്കെ ഇളക്കി വിട്ടു, ആ പ്രശ്നമാക്കിയത്. പരാതി കിട്ടിയിട്ടുണ്ടെ അവന്മാര് സെറ്റിൽ ചെയ്ത് കളഞ്ഞു, ഒതുക്കി കളഞ്ഞില്ല. പാലക്കാടൊക്കെ നിന്നെങ്കിൽ രക്ഷപ്പെട്ടു തന്നെ കേട്ടോ. രാഹുലിന്റെ തെരഞ്ഞെടുപ്പിൽ നിൽക്കാം. ഇവന്റെ ചീട്ടെന്തിന്? അവൻ സ്വതന്ത്രനായിട്ട് നിന്നുമ്പോൾ അവൻ ജയിക്കും. സ്വന്തനായിട്ട് നിന്നാ ഒരു കുഴപ്പമില്ല. അത് സ്വന്തനായിട്ട് നിന്നാലും ജയിക്കും. ഇവന്മാര് നാണം കിടത്തേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. ഒരു സീറ്റ് അവന്മാർക്ക് പോകുന്നേ ഉള്ളൂ. അത് സ്വന്തനായിട്ട് എടുക്കും. പറ്റുമെങ്കിൽ നിർത്തണമെന്നുള്ളതാ മിക്കമായി. ഡൽഹിയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞു. ആരാണ്? ഞാൻ ബിനോയ്. ഞാൻ പറയുന്നത്, സാറൊക്കെ ഈ ന്യൂസ് കൊടുക്കുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ന്യൂസുകൾ. ജനമനസ്സിലൊരു വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയെ പോലെ ഈ വ്യക്തി ചതിക്കപ്പെടാൻ പാടില്ല. അതൊരു വശമാണ്. പക്ഷെ ഉമ്മൻചാണ്ടിയെ പോലും ചതിച്ചവരാണ് കൂട്ടത്തിൽ ഈ എതിർകക്ഷിയായിട്ട് നിൽക്കുന്നതെന്നുള്ളത് ചിന്തിക്കാൻ കോൺഗ്രസിന് ഇന്ന് വിവരക്കേട് വന്നു പോയി. അതിലാകെ ഉണ്ടായിരുന്ന ഒരു വിവരം ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ കെ സുധാകരൻ സാറാണ്. അദ്ദേഹം അത്രയെങ്കിലും പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം മൂളയായിട്ടിരിക്കുകയാണ്. മനസ്സിന് വിഷമം തോന്നുന്നു. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, കണ്ണൂരുകാരനാണ്. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? ഇവരുടെ കയ്യിൽ നിന്ന് പൈസ എല്ലാം മേടിച്ച് ജനത്തിന്റെ ജീവിതം നശിപ്പിച്ചു കളയുന്ന ഈ പിണറായി ഇവരുമായിട്ട് കൂട്ടുണ്ട്. ഈ VD സതീശനാണ് ഇതിന് തിരി കൊളുത്തിയത്. അതെനിക്കും അറിയാം, സാറിനും അറിയാം, എല്ലാവർക്കും അറിയാം. ഈ ഒരു പെണ്ണുകേസിന്റെ തിരി കൊളുത്തിയത് ഈ VD സതീശനാണ്. സ്വന്തം മോളാണ്, സ്വന്തം മോളെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഒരു പ്രസംഗമൊക്കെ നടത്തിയായിരുന്നു. ഞാൻ പറയുന്ന ഒരൊറ്റ കാരണം, ഈ കോൺഗ്രസ് നശിക്കും ഈ പോക്കാണ്. VD സതീശൻ ഇനി കോൺഗ്രസിൽ ഉണ്ടെങ്കിൽ കോൺഗ്രസിനെ നശിപ്പിച്ചേ അവൻ നടന്നു എന്ന് പറഞ്ഞാൽ പിണറായിക്ക്. ഞാൻ ഈ CPM ഉണ്ടെങ്കിൽ ഈ CPM ഞാനും തകർത്തിട്ടേ പോത്തും. ഇത് രണ്ടുപേരും ഒരേ വാശിയാണ്. അതിന്റെ കൂട്ടത്തിൽ ചൂട്ടുപിടിക്കാനായിട്ട് രമേശ് ചെന്നിത്തല, മറ്റേ രാജ്മോഹൻ ഉണ്ണിത്താൻ, കെ മുരളീധരൻ, ഇവരെല്ലാം ഉണ്ട്. ഇവർക്കെല്ലാം പൈസ കിട്ടിയെന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പ്രത്യേകിച്ച് ചാനലിനെ കുറിച്ചാണ് ഞാൻ പറയാം. അതായത് മിനിഞ്ഞാന്ന് ന്യൂസ് വായിച്ച മനോരമ ന്യൂസിലെ ആ അവതാരികയുടെ ഒരു കൃഷ്ണത കാണണമായിരുന്നു. 5 മണിക്ക് തുടങ്ങിയ രാഹുലിനെ കുറിച്ചുള്ള വാർത്ത 6 മണി വരെ അവൾ നീട്ടിക്കോട് പോയി. അത് മാത്രമേ ഉണ്ടായിരുന്നു. ഒരു വാർത്തയും വേറെ കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ട് വേറൊരു വാർത്ത കൊടുത്തു. ഒരു മുസ്ലിമായ ഒരു പയ്യൻ, അവന്റെ പേര് റാഷീദോ അങ്ങനെ കണ്ട, 6 മണിക്ക് അവന് കൈമാറി. അവനത് അരമണിക്കൂർ കൂടെ നീട്ടി. 1.5 മണിക്കൂർ ഇട്ട് ഈ രാഹുലിനെ കുറിച്ച് എന്തൊരു ആവേശമായിരുന്നു എന്നറിയാം അവർക്ക്. ഈ മനോരമ ന്യൂസ് ഒക്കെ ഇങ്ങനെ മാറിപ്പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ സത്യമായിട്ട് തുറന്നു പറയുന്നു സാറേ. ഒരു പെണ്ണിന്റെ പേരിൽ കേസ് വന്നിട്ട് അതിന്റെ ഒരു FIR പോലും എഴുതുന്നതിന് മുമ്പേ ഇവരങ്ങോട്ട് തകർത്ത് മാറുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലായില്ല. 5 മണിക്ക് തുടങ്ങിയ ആ കൊച്ചിന്റെ അവതാരികയായിട്ട് ആ കൊച്ചിന്റെ ആ വാർത്ത എന്ന് പറയുന്നത് എത്ര 1 മണിക്കൂർ അവൾ അതിനെ വലിച്ചു നീട്ടിക്കൊണ്ടേ 1 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് റാഷിദ് എന്ന് പറയുന്ന 6 മണി മുതൽ അവൻ 40 മിനിറ്റോളം പിന്നെ അവൻ അവിടെ കടന്ന് അട്ടഹസിക്കുകയാണ്. ഇത് 6 പേരില്ല. ഇന്നലെ കൗണ്ടർ പോയിന്റ് കണ്ടു. കോൺഗ്രസ്സുകാരനായിട്ട് പ്രതിനിധിയായിട്ട് വന്ന അനൂപ് എന്ന് പറയുന്ന പുള്ളിക്ക് അവസരം കൊടുത്ത ആ സമയം മുതൽ അവൻ ഇടപെട്ടുകൊണ്ടിരിക്കുക. രാഹുൽ വരുമെന്നുള്ളത് അറിയത്തില്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്ന അരുൺകുമാറിന്. അതിന്റെ ഇടയ്ക്ക് ഈ റാഷിദ് വിളിച്ചു പറഞ്ഞു ഇന്നലെ നമ്മുടെ കൂട്ടത്തിൽ രാഹുൽ ഈശ്വർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അന്നേരം മനസ്സിൽ വിചാരിച്ചു ഈ മിക്കവാറും ഈ പന്നി എണീറ്റ് പോകുന്നു. ആര്? ഈ അരുൺകുമാർ എന്ന് പറയുന്ന ആള്. കാരണം അവൻ 3 ദിവസമായിട്ട്, അവനല്ല അവരുടെ CPM പാർട്ടി 3 ദിവസമായിട്ട് ഇവരെ മാറ്റിക്കൊണ്ടിരിക്കുമ്പം ഈ CPMന്റെ ഒരു കൗണ്ടർ പോയിന്റിൽ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണത്തിൽ അതിന് കാരണം പറഞ്ഞത് ഇതായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞങ്ങൾ എന്നിട്ട് ഇന്നലെ വന്ന അരുൺകുമാർ പറഞ്ഞ വാക്ക്
ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള എന്നാ പറയണ്ട തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള തിരക്കായിരുന്നു. എന്ത് തിരക്ക്! അപ്പൊ ഇപ്പോഴല്ലേ തിരക്ക് കൂടുന്നത്? ആ സമയത്ത് ഇന്നലെ വൈകിട്ട് അരുൺകുമാർ വന്നിട്ട് ആ വർത്താനം പറയേണ്ട കാര്യമുണ്ടോ? ഇത് ശരിക്കും രാഷ്ട്രീയമാണെന്നുള്ളത് 100% ഉറപ്പാണ്. അത് ഉമ്മൻചാണ്ടി സാറിനെ പോലെ വഞ്ചിക്കാനുള്ളു. അവസാനം തെളിയും. അത് തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്തായി? പറഞ്ഞവരുടെ കയ്യിലായി. അതെ, അത് ഈ മണ്ടൻ ഞാൻ പറഞ്ഞില്ല. അതായത് ഞാൻ പറഞ്ഞില്ലേ, CPM-ന്റെ പിണറായിയുടെ ക്രൈസിസ് മാനേജരാണ് ഈ കേക്കച്ചൻ. എപ്പോഴൊക്കെ അവർക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നു ഇവൻ അവരെ രക്ഷിച്ചു കൊടുക്കും. അതെ, അന്നേരം അതാ പറഞ്ഞ അന്നേരം ഈ വി ഡി സതീശൻ ഇരിക്കുന്നതും പിണറായി ഇരിക്കുന്നതും ഒരുപോലെ തന്നെയാ. ഇവർ രണ്ടും ഒരേ തൂവൽ പക്ഷികളും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളുമാണ്. ഒന്നായിട്ടിരിക്കുന്നവരുമാണ്. അതെ, അതാണ് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാകേണ്ടത്. അന്നേരം അതുകൊണ്ട് ഈ വിഷയം ആദ്യം തിരികൊളുത്തി വിട്ടുകിട്ടില്ലാത്ത ബോധം എന്നാ പറയണ്ട സാറിന്റെ ന്യൂസും മറ്റു കാര്യങ്ങളും എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കേക്കച്ചൻ എന്ന് പറയുന്ന പരനാറിയെ പിണറായിയെ പരനാറിന്ന് വിളിക്കുന്നതില് ഇവൻ തന്നെയാണ്. ഇവരാണ് ഈ VD സതീശനാണ്. അതിന്റെ കൂടാനായിട്ട് രമേശ് ചെന്നിത്തല ഇന്നലെ എന്നാ പറയുന്നത് ഹോർത്തൂസ് മനോരമയുടെ അതിനകത്ത് പോയിട്ട് ഇരുന്നോട്ട് പറയുകയാണ്, എനിക്ക് മന്ത്രിയാകണമേ യാതൊരു താല്പര്യമില്ലായിരുന്നു, എന്നെ മന്ത്രി ആക്കിയത്. ഈ വാർത്തയും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉളുപ്പുണ്ടോ ഒരു മനുഷ്യന് കേൾക്കാനായിട്ട് തന്നെ? ഇപ്പോഴും അവന്റെ അജണ്ട എന്താണ്? ഈ രമേശ് ചെന്നിത്തലയുടെയും ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഒക്കെ കെ മുരളീധരന്റെ ഒക്കെ അഭിപ്രായം എന്താണ്? ഇവരൊന്നും കിട്ടാത്തത് ഇപ്പൊ കിട്ടുകയല്ലെന്നുള്ള ഒരു പേടി. പ്രായമായില്ലേ, പോയി വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പാടില്ലേ പറ്റുവാണെങ്കിൽ? ഈ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി ഇവന്മാരൊക്കെ എഴുന്നള്ളുന്നത് എന്തിനാണ്? നാണോ മാനമില്ലാതെ വേഷവും കെട്ടി കറപ്പിച്ച് കുടിതുണിയും കുടിച്ച് വടി കൊത്തതും വടി ഇല്ലാത്തതും ഉണ്ടോ വീട്ടിലായിരിക്കും, അതറിയത്തില്ല. ഇവനൊക്കെ വീട്ടിൽ പോയിരുന്നൂടെ? യുവജനങ്ങളല്ലേ കയറി വരണത് ഇനി. ഇത്രയും ഒന്ന് ഞാൻ പറയാം സാറിനോട്, കോൺഗ്രസ് 2 പേരേ ഉള്ളൂ വാ തുറന്ന് വർത്താനം പറയാനും വാ തുറന്ന് വാചാലുകയായിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റിനൊക്കെ മറുപടി കൊടുക്കാനും പറ്റുന്ന 2 പേരേ ഉള്ളൂ ഇന്ന് കോൺഗ്രസിൽ. അതൊന്ന് ഷാഫി പറമ്പിലാണ്, ഒന്ന് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഞാൻ കൃഷ്ണൻകുട്ടി കാട്ടാക്കട. കുറെ കുറെ രാഷ്ട്രീയക്കാരും കൂടെ ചേർന്ന് ഒരു പാവം പയ്യനെ ഇത്രത്തോളം അപമാനിക്കാൻ ശ്രമിക്കുന്നത് എന്ത് കഷ്ടപ്പാടാണ്, എന്തുമാത്രം കഷ്ടമാണ്. കല്യാണം കഴിച്ച് ഒരു കൊല്ലത്തോളം ഒരു ഭർത്താവിന്റെ കൂടെ ജീവിച്ച് അവൾ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടില്ല, ഭർത്താവിനെ ഡൈവേഴ്സ് ചെയ്തിട്ടില്ല. ഭർത്താവ് നിലവിലുള്ളപ്പോൾ തന്നെ അന്യപുരുഷനെ പ്രാപിക്കുന്നവളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇത്രത്തോളം ഗതികെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ജനങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകര് അല്ല ഈ രാഷ്ട്രീയ പ്രവർത്തകര് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ഒരു വീട്ടിൽ പോലും ചെല്ലാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ശബരിമല ക്ഷേത്രം തൊട്ട് സകല ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരെ തിരികെ കയറ്റി ഉള്ള സ്വത്തുകളും ഉള്ള ആഭരണങ്ങളും ക്ഷേത്രത്തിൽ വിലപിടിപ്പുള്ള എല്ലാം കട്ടുമുടിച്ച് യവന്മാരെ നശിപ്പിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഓരോ ഹിന്ദു വിശ്വാസിയും ഈ വരുന്നവന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ കള്ളന്മാരല്ലേ? നിങ്ങളൊക്കെ എന്തിനാ ഇനി എന്ത് കക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വീട് വീടാന്നിനും കയറി ഇറങ്ങുന്നത്? സഹകരണ ബാങ്കുകൾ മൊത്തം കൊള്ളയടിച്ചു, ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ മൊത്തം കൊള്ളയടിച്ചു, നാട്ടിൽ എന്തെല്ലാം വിലപിടിപ്പുള്ളത് അതെല്ലാം യുവമാര് കൊള്ളയടിച്ചു കഴിഞ്ഞു. ഇനി എന്ത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് യുവമാര് ഈ വീട് വീടാന്നിനും കയറി ഇറങ്ങുന്നതെന്ന് ഓരോ ആൾക്കാർ ഓരോ ഹിന്ദു വിശ്വാസിയും ചോദിക്കുന്നുണ്ട് യവന്മാരോട്. എന്നിട്ട് യവന്മാര് ഈ നാണം കെട്ടി നിൽക്കുന്ന ഈ അവസരത്തിൽ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു കയറാൻ വേണ്ടിയിട്ടുള്ള ഒരൊറ്റ ഉപാധിയായിട്ടാണ് രാഹുലിന് വേണ്ടിയിട്ട് ഈ മാധ്യമ ഈ ഒരു തെരുവ് ഈ ചാനലിനും മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തും എത്തിച്ച് ഒരു പരാതി വാങ്ങിച്ചു. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഇത്രത്തോളം അതപ്പതിച്ച ഒരു കാര്യം യവന്മാര് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഈ കേരള സമൂഹം, കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം. കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കാനുള്ള വേറൊരു കാര്യം, നമ്മളെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയെ യവന്മാര് ഇതേപോലൊരു തെരുവ്
ഇറക്കി സെക്രട്ടേറിയറ്റിലും സ്റ്റാച്യൂലും പാളയവും മൊത്തം യവന്മാരെ തൂറി നശിപ്പിച്ച് യവന്മാര് ഭരണം പിടിച്ചു. യവന്മാര് ഭരണം പിടിച്ചിട്ട് അവസാനം എന്തായി? CBI നിന്ന് അന്വേഷണ ഉത്തരവ് വന്നു. CBI കോടതിയിലെ ഉത്തരവ് വന്ന് ഉമ്മൻചാണ്ടി നിരപരാധിയാണ്. എത്ര കൊല്ലമെടുത്ത്? 2-3 കൊല്ലമെടുത്തില്ലേ ഈ വിധി വരാൻ വേണ്ടിയിട്ട്? അത്രത്തോളം കാലം ഈ ഉമ്മൻചാണ്ടിയെ അപമാനിച്ച് നാറ്റിച്ച് വിട്ട ഈ കമ്മിക്കൂട്ടങ്ങള് ഇപ്പൊ രാഹുലിനെ വെച്ചിട്ടാണ്, ഈ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനത്ത് രാഹുലിനെ പ്രതിഷ്ഠിച്ചാണ് ഈ അപരാധിച്ച പരിപാടികളൊക്കെ നടത്തുന്നത്. ഈ കേരള സമൂഹം ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഈ യുവന്മാര് ഓരോ ഇലക്ഷൻ അടുക്കും തോറും, ഓരോ ഇലക്ഷന്റെ സമയത്ത് ഇതേപോലെ കുറെ മാധ്യമ കുറെ തെരുവ് കൊണ്ടുവന്നിരുത്തി മുഖ്യമന്ത്രിയുടെ അടുത്ത് കുറെ പരാതിയും വാങ്ങി യവന്മാര് ഈ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി, അവസരത്തിനും വേണ്ടി യവന്മാര് മനഃപൂർവ്വം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കാത്ത കോൺഗ്രസ്സുകാർ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാത്ത കോൺഗ്രസ്സുകാരും ഈ പരാതി വന്നാൽ, ഒരു വ്യക്തിക്കെതിരായിട്ട് ഒരു പരാതി വന്നാൽ ആ പരാതിക്കാരനോട് ഒന്നിച്ചു നിൽക്കാത്തതിന്റെ ഫലമാണ് ഇന്ത്യ ഒട്ടൊക്കെ കോൺഗ്രസ് തരിപ്പണമാകാൻ കാരണം. ഇനി ആകപ്പാടെ അവശേഷിക്കുന്ന ഒരു തുരുത്താണ് കേരളവും. കർണാടകയിലുണ്ട്. അത് അടുത്ത ഇലക്ഷനിൽ BJP പിടിക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ശിവകുമാറും മുഖ്യമന്ത്രിയും തമ്മിൽ ഭയങ്കര വടംവലിയാണ്. അതേപോലെ കേരളത്തില് എനിക്ക് വേണം മുഖ്യമന്ത്രി കുപ്പായം, എനിക്ക് വേണം മുഖ്യമന്ത്രി കസേര എന്നും പറഞ്ഞ് ഓരോരുത്തന്മാരും കടിപിടി കൂടി കണക്ക്. അപ്പൊ ഈ കേരളത്തിലെ ജനങ്ങൾ ആരെങ്കിലും ചിന്തിക്കുവോ യുവന്മാർക്ക് വോട്ട് ചെയ്താൽ എന്താണ് സ്ഥിതി എന്ന് എല്ലാവർക്കും അറിയാം. ഈ കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ച് നിൽക്കത്തില്ല. ഈ ഒരു കാര്യം പറഞ്ഞു യവനെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ ആൾക്കാരും ഇറങ്ങും. യവന്മാരെല്ലാം എന്ത് ചെയ്യണം? ജനങ്ങൾ ചിന്തിക്കണം. കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം. എന്റെ പേര് നൗഷാദ് എന്നാണ്, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നത്. ഈ പാലക്കാട് രാഹുല് ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിന് ആ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും എല്ലാം പിടിച്ചെടുക്കാമായിരുന്നു. രാഹുലിനെ ഇവര് ചവിട്ടിക്കൂടി KHനും മുരളിയും രമേശ് ചെന്നിത്തലയും, ലാസ്റ്റ് രമേശ് ചെന്നിത്തലയും കൂടി ചവിട്ടിക്കൂട്ടെ. അവര് ചവിട്ടിക്കൂട്ടി ഒതുക്കി രാഹുലിനെ വച്ച് ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ് പഠിക്കുമ്പോ ക്ലാസ് ലീഡറാ KSUവിന്റെ. അത്രയ്ക്ക് എന്റെ ബ്ലഡിലേക്ക് ഓടുന്നത് മൊത്തം കോൺഗ്രസ് രക്തമാണ്. ഞാനൊക്കെ രാഹുലിന് ഇത്ര സപ്പോർട്ട് ചെയ്യുക. കാരണം അവനെ പോലെ ഒരു പയ്യൻ കയറി വരുന്നത് നമുക്ക് എല്ലാവർക്കും നല്ലതാണ്, ഈ കേരളത്തിന് തന്നെ നല്ലതാണ്. അവനെ നശിപ്പിച്ച് കളയാൻ ഈ KHനും മുരളിയും രമേശും, ഇന്നലെ ആ കാസർഗോഡുകാരൻ പെണ്ണുപിടുത്തക്കാരൻ അവൻ കിടന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണുണ്ട്. അവനൊക്കെ എന്താ, അവനെ ചുമക്കുന്നവൻ നാറും, എന്നിട്ട് അവൻ പറയും അവന് രാഹുലിനെ ചുമക്കുന്നവൻ നാറുന്നു. അവനെ ചുമക്കുന്ന കോൺഗ്രസ്സുകാരൻ നാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ പയ്യനെ ഇങ്ങനെ ഒതുക്കി കൂട്ടുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ജനങ്ങൾ കാണുന്നത് ഇതൊക്കെ ഒരു നന്മയ്ക്ക് വേണ്ടിയാ. കാരണം കണ്ടോ, ഇപ്പൊ കോടതിയിൽ ഇപ്പോൾ ഇവന്മാര് ഇപ്പൊ വാദി പ്രതിയാകുന്ന അവസ്ഥയിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ വരുവാ, കണ്ടില്ലേ? സാറേ, ഓക്കെ, അത് നമ്മൾ സമ്മതിക്കുന്നു, അത് അംഗീകരിക്കുന്നു. പക്ഷെ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി കോൺഗ്രസിന് കിട്ടുമായിരുന്നു ഈ രാഹുൽ ഉണ്ടായിരുന്നെങ്കിൽ. ഇവന്മാര് കോൺഗ്രസിനെ ഒതുക്കിക്കൂടി. ഈ കേരളത്തിൽ ഇനി കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ രമേശ്, സതീശൻ, മുരളി, ഈ 3 പേരെയും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ തോപ്പിച്ച് വീട്ടിലിരുത്തി കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അടിച്ചു കയറി പോരും, ഉറപ്പാണ്. ഇവര് 3 പേര് ഈ കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തിൽ ഇനി ഒരു MLA ആയിട്ടോ മന്ത്രിയായിട്ടോ വരാൻ പാടില്ല, വരരുത്. അതാണ് ഞങ്ങളുടെ 99% ജനങ്ങളുടെയും കോൺഗ്രസ്സുകാരന്റെയും ആഗ്രഹം. അതാണ്. ഇവനെ വീട്ടിലിരുത്തണം. ഈ VD സതീശനെയും രമേശ് ചെന്നിത്തലയും മുരളീനെയും വീട്ടിലിരുത്തണം. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ വീട്ടിലിരുത്തണം. പിന്നെ ഇപ്പൊ മുരളി തിരുവനന്തപുരത്ത് കിടന്ന് പിടിക്കുന്നുണ്ടല്ലോ, അവിടെ ഒന്നും ഒരു കിട്ടൂല. അതുപോലെ KHൻ എറണാകുളത്ത് പിടിക്കുന്നുണ്ട്, അവിടെയും പരാജയമായിരിക്കും, 2ഇടത്തും പരാജയമായിരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ പ്രാവശ്യം CPM കൊണ്ടുപോകും ഉറപ്പാ, അല്ലെങ്കിൽ BJP കൊണ്ടുപോകും ഉറപ്പാ. മുരളി കിടന്ന് ചുമ്മാ ശ്വാസം പിടിക്കാന്നുള്ളൂ. എന്നാൽ ഈ രാഹുൽ മാങ്കൂട്ടം അവര് നല്ല സപ്പോർട്ട് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടെ നിർത്തിയായിരുന്നെങ്കിൽ ഇന്ന് ഈ കോൺഗ്രസ് രക്ഷപ്പെട്ട് കയറി പോരുമായിരുന്നു. ഒരു മനുഷ്യനും എതിർപ്പില്ലായിരുന്നു. മുകേഷിനെ പോലെയുള്ള പെണ്ണുപിടുത്തക്കാരും നിൽക്കുന്നു, അവരുടെ മന്ത്രിസഭയിൽ നിൽക്കുന്നു, എത്രയോ ആളുകൾ നിൽക്കുന്നു. അവരിപ്പോഴും ഫുൾ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക പാർട്ടി. അറസ്റ്റ് ചെയ്ത മുകേഷിനെ MLA ആക്കി വെച്ചിട്ട് ഇപ്പോഴും അവർ ഫുൾ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക. ആ സമയത്ത് KS സുധാകരൻ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തു എന്നും പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ KSനെ ചവിട്ടി താഴ്ത്താൻ അവൻ എന്നെ യോഗ്യത?
അതാ പറഞ്ഞ ഇവൻ ഓരോ കാലഘട്ടത്തിലും ഞാൻ പറഞ്ഞില്ലേ, ഓരോ സമയത്തും ഇവന്റെ ആ നാറിയ നാവ് ഓരോരുത്തർക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ള വെറും ഒരു കൊട്ടേഷൻ, ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരെ തെറി വിളിക്കാൻ വേണ്ടി ഇറക്കുന്ന ഒരു ജന്മം. കണ്ടോ വി.ഡി. സതീശൻ എത്ര തന്ത്രപൂർവ്വമാന്ന് നോക്കിയേ. അവനോടുള്ള ആ ജനങ്ങളുടെ വെറുപ്പ് മാറാൻ വേണ്ടി ഇവൻ തന്ത്രപരമായിട്ട് മാറി നിന്നിട്ട് ആ കിങ്ങിണിക്കുട്ടനെയും ഈ മഞ്ചേരിയിലെ ഈ ആവാസിനെ ഇറക്കി വിട്ടു. ഇവന്മാരെ നെഞ്ചും വിരിച്ചു നിന്ന് വിടുവ അടിച്ചു, ഇവന്മാര് പണി മേടിച്ചു. സാറേ, വി.ഡി. സതീശന് മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് കളിച്ച് പുറത്ത് പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മാർക്കറ്റ് കുറഞ്ഞു പോകുന്ന അവന് മനസ്സിലായി. അവൻ പതുക്കെ ഒതുങ്ങി. ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ കെ സുധാകരനെ എതിർത്ത് സംസാരിക്കാൻ അവൻ എന്താ യോഗ്യത? ഇന്ന് KS ആണ് കോൺഗ്രസ് എന്ന് പറയുന്ന ആൾ KS ആ. ബാക്കിയുള്ളവന്മാരൊക്കെ കൂട്ടിക്കൊടുപ്പാരാ. ഞങ്ങളുടെ കുറെ ആളുകളുണ്ട് കോൺഗ്രസ്സുകാർ, ഞങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെയാ. ഒരുത്തൻ ഒന്ന് കേറി വരാൻ, ആ പയ്യനൊന്ന് കേറി വന്നപ്പോഴത്തേനും ഇനിയിപ്പോ ഷാഫി പോലും, അവന്റെ കൂടെയുള്ള ഷാഫി പോലും ഒരക്ഷരം മിണ്ടുന്നില്ല. ഈ മാങ്കൂട്ടം പാലക്കാട് നിന്ന് പോയാലാണ് ഷാഫിക്ക് അടുത്ത MLA ആയിട്ട് കയറി വരാൻ പറ്റുള്ളൂ. അവിടെ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ പാലക്കാട് വന്ന് മത്സരിക്കണം ഷാഫിക്ക്. രാഹുലിന് ഇനി അവിടെ നിൽക്കാനുള്ള യോഗ്യത ഇല്ലാതെ വന്നാലാണ് ഷാഫിയെ പോലെയുള്ള ഒരു ആൾക്ക് അവിടെ കയറി വരാൻ പറ്റുള്ളൂ. ഇതൊന്നും നമ്മൾ തുറന്നു പറയുമ്പോൾ നമ്മളോട് എതിർപ്പ് വരും. അത് സാറില്ല, വരുന്നിടത്ത് വെച്ച് കാണാം വിഷയങ്ങളാ. എന്നെ 5 മാസമായെന്നൊക്കെ പറഞ്ഞിട്ട് ഈ 5 മാസം ഈ പുള്ളിക്കാരന് ഇത്രയും മാസങ്ങളായിട്ട് ഇരിക്കാൻ പോലും നേരമില്ല. ഇപ്പൊ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ പീഡിപ്പിച്ചെന്ന്. കടലെരമ്പി വന്നാലും സതീശന്റെ നിലപാട് മാറുകയില്ല. എന്താ അവൻ തന്നെ ആളെ ഇറക്കി, അവൻ തന്നെ പണി കൊടുത്തിട്ട് അവന് നിലപാടുണ്ടെന്ന്. നിലപാട് കേട്ടില്ല അവൻ പറയുന്നത്. ഇവനെയൊക്കെ കുറ്റിച്ചൂരടുത്ത് അഴിച്ച് ഓടിക്കണം. ഇവരെയൊന്നും രാഷ്ട്രീയത്തിൽ ഇരുത്താൻ പാടില്ല. ചെറുപ്പക്കാര് പിള്ളേരൊക്കെ വളർന്നു വരുന്നവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായി? ഷാഫി പറമ്പില്, അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ, ഇവരൊക്കെ നല്ല നല്ല നേതാക്കന്മാര്. ഇവരൊന്നും വളർന്നു വന്നാൽ ഇവർക്കൊന്നും പിടിച്ചു വയ്ക്കാൻ പറ്റും. അല്ല, ഈ എന്റെ നോട്ടത്തിൽ കുറെ നാളുകളായിട്ട് ഇരിക്കാൻ പോലും ഒരു സമയമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ പറയണത്. അതുപോലെ മിടുക്കന്മാരായ ആളുകളാണ് ഉമ്മൻചാണ്ടിയുടെ മോനെ, ചാണ്ടി ഉമ്മനൊക്കെ. അതുപോലെ ഷാഫി പറമ്പിലൊക്കെ പ്രസംഗം എത്ര കിടിലനായിട്ടാണ് പറയുന്നത്. മാങ്കൂട്ടൊക്കെയാണ് നല്ല ആഞ്ഞടിച്ചു വർത്താനം പറയുന്ന നല്ലൊരു നേതാവാണ്. ഇവരൊക്കെ ഇത് തകർക്കാനുള്ള പണിയാണ്, വേറൊന്നുമല്ല. ഇവരൊന്ന് വരരുത്. അതാണ് ഈ വയസ്സാണവരൊക്കെ ഇപ്പൊ ഇനിയും മൂത്ത് നരച്ചാൽ അവിടെ ഇരിക്കണമെന്നായിരിക്കും. ഞാൻ കുറ്റിച്ചൂരെടുത്ത് അടിച്ചു ഓടിക്കണം. അവസാനത്തെ സീല് പോയി പിണറായി വിജയന്റെ നെഞ്ചത്തേക്കായിരിക്കും നിൽക്കുന്നത്. അതിന് ആ കേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാ ഇത് കൊണ്ടിട്ടിരിക്കും. അല്ല, ഞാൻ ചിരിക്കട്ടെ, ഈ ലോകത്തിൽ വന്ന രാഷ്ട്രീയ കക്ഷികളിൽ ആരുമേ തെറ്റ് ചെയ്തിട്ടില്ലയോ? ഇതിനെ മാത്രം പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നത് ആൺകൂട്ടത്തിന്. ഞാനൊരു ശരിയായ ചോദ്യം ചോദിക്കാം. എല്ലാവരും ഭയങ്കര ശീലാവതിമാരായിരുന്നു. എതിരെ ശശി കോൺഗ്രസ്സുകാരനാണ്. പറയാനാ മാവേലിക്ക് ഈ കേക്കച്ചന് എന്തോ ചെയ്യാന പ്രവർത്തനങ്ങളെ ഉദ്രവിക്കുമായിരിക്കും. കാരണം പാലക്കാട് ഈ അവസ്ഥയിലും രാഹുല് മിന്നും വിജയം നേടി നഗരസഭ പിടിച്ചെടുക്കുന്ന ഒരു അവസരം ഉണ്ടായാൽ ഇവരൊക്കെ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, സതീശന് പിന്നെ അതുകൊണ്ട് അതിനെ എങ്ങനെ ഒതുക്കുക? അന്നേരം എല്ലാവരുടെ ആവശ്യമാണ്. സതീശന്റെ ആവശ്യമാണ്, ഇടതുപക്ഷത്തിന്റെ ആവശ്യമാണ്, BJPയുടെ ആവശ്യമാണ്. മനോരമ പറയുന്നത് കേട്ടില്ല. അങ്ങനെ സത്യസന്ധനൻ എന്തോ ചെയ്യാനാന്ന് പറയുന്നത്. ഈ അവസ്ഥ പോയാൽ എന്ത് സംഭവിക്കും തെരഞ്ഞെടുപ്പിന്? ഈ അവസ്ഥ പോയാൽ കോൺഗ്രസ് പരാജയപ്പെടും, BJP കയറി വരും, കുറെ വോട്ട് അവര് പിടിച്ചു മാറ്റും. എന്തൊരു കഷ്ടപ്പിടിച്ച ഭരണമായി. ഇവന്മാരുടെ ഒരൊറ്റ പിടിപ്പുകേട് കൊണ്ടല്ലേ ഇപ്പോൾ ഇത് സംഭവിച്ചത്? സതീശന് ഒറ്റ മുഖ്യമന്ത്രിയുടെ കാശ് വാങ്ങിച്ചോണ്ടാ കളിക്ക്. പ്രതിപക്ഷത്തിരിക്കാമല്ലോ, അപ്പൊ കാശുണ്ടാക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.